ഇന്നൊരു സിനിമാ വാർത്തയാണ്. ലോകേഷ് കനകരാജിനെ എല്ലാവർക്കും അറിയില്ലേ? തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ പ്രമുഖ സംവിധായകൻ. കൈദി എന്നൊരു മനോഹരമായ ചിത്രത്തിന് ശേഷം, അപ്രതീക്ഷിതമായ ഒരു ബ്ലോക്ക് ബസ്റ്ററായ ചിത്രത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി തമിഴ് സിനിമാ ലോകം മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം മുഴുവനും കാത്തിരുന്നു എന്നുള്ളതാണ് സത്യം. കൈദി, വിക്രം, ലിയോ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് വേണ്ടി കൈദിക്ക് ശേഷമുള്ള എല്ലാ സിനിമകൾക്ക് വേണ്ടിയും കാത്തിരുന്നു എന്നുള്ള സത്യം. അവസാനമായി ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് അവകാശപ്പെട്ടിരുന്ന വന്നൊരു ചിത്രമായിരുന്നു കൂലി. കഴിഞ്ഞ ദിവസം അത് OTT റിലീസായിരുന്നു. സിനിമ ഞാൻ കണ്ടതാണ്. പേഴ്സണലി എനിക്ക് അത്രയും കണക്ട് ആയില്ല ആ സിനിമ. ഒരു രജനീകാന്ത് മൂവിയെന്നോ അല്ലെങ്കിൽ ഒരു ലോകേഷ് കനകരാജ് മൂവിയെന്നോ ഒട്ടും പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ആ സിനിമയ്ക്ക് കൊടുത്തിരുന്നത്. ഇഷ്ടപ്പെട്ടവരുണ്ടാകും. ലോകേഷ് കനകരാജ്, രജനീകാന്ത് എന്നിവരുടെ ഒരു കട്ട ഫാനാണ് ഞാൻ. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഡയറക്ടർമാരിൽ ഒരാളാണ് ലോകേഷ് കനകരാജ്. വളരെയേറെ ഇഷ്ടപ്പെടുന്ന മാസ് നായകന്മാരിൽ ഒരാൾ രജനീകാന്ത് തന്നെയാണ്. പക്ഷേ ഈ കൂലി എന്ന് പറയുന്ന സിനിമ എനിക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. അതുകൊണ്ട് പേരിൽ ആരാധകരാരും എന്നെ ചീത്ത പറയാനൊന്നും നിൽക്കണ്ട. എനിക്ക് കണക്ട് ആയില്ല. പക്ഷെ നിങ്ങൾ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക. സൈമ അവാർഡിൽ വെച്ചിട്ട് കമലഹാസൻ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അടുത്ത് തന്നെ കമലഹാസനും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒന്നിക്കുന്ന ഒരു ചിത്രം പുറത്തിറങ്ങുമെന്ന്. ഏകദേശം അതിന്റെ ഡിസ്കഷനൊക്കെ പൂർത്തിയായി. രാജ്കമൽ ഫിലിംസ് ആണ് അത് നിർമ്മിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ലോകേഷ് കനകരാജ് ആയിരിക്കും അതിന്റെ ഡയറക്ടർ എന്ന് പിന്നീട് കുറെ കിംവദന്തികളും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും കേട്ടിരുന്നു. പക്ഷേ തമിഴ് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട റിലയബിൾ സോഴ്സുകളിൽ നിന്നും വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് പലരും റിപ്പോർട്ട് ചെയ്തത് അതിന്റെ സംവിധായകൻ ലോകേഷ് കനകരാജ് ആയിരിക്കുമെന്ന് തന്നെയാണ്. കൂലി എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആഗോളതലത്തിൽ 500 കോടിയിലേറെ കളക്ഷൻ നേടിയ ഒരു ചിത്രമാണ് കൂലി. പക്ഷേ പ്രേക്ഷകരെ അത് പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ആരെയും എത്രയൊക്കെ വിമർശിച്ചു പോയാലും വിക്രം സിനിമ പോലെയോ കൈദി പോലെയോ മറ്റുള്ള സിനിമ പോലെയോ ഇത് പ്രേക്ഷകർക്കിടയിൽ വാനോളം പുകഴ്ത്തപ്പെട്ടില്ല, അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ സിനിമയുടെ ഒരു ട്രീറ്റ്മെന്റ് ആ ഒരു രീതിയിലായിരുന്നു. എന്തിനോ വേണ്ടി സിനിമ എന്താണെന്ന് പോലും ചില ആളുകൾക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. എന്തായിക്കോട്ടെ, ഏതായാലും ലോകേഷ് കനകരാജ് ടച്ച് ആ സിനിമയിൽ ഇല്ല എന്ന് തന്നെയാണ് ഉറപ്പ്. അതിന്റെ പേരിൽ ലോകേഷ് അടുത്ത സിനിമയിൽ നിന്ന് പുറത്തായി. അതായത് 49 വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തും കമൽഹാസനും തമ്മിൽ ഒന്നിച്ചഭിനയിക്കാൻ പോകുന്ന ഒരു സിനിമയുടെ സംവിധായകൻ ലോകേഷ് കനകരാജിനെ ഏർപ്പെടുത്തുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സിനിമയിൽ നിന്ന് ലോകേഷ് പുറത്താക്കപ്പെട്ട മട്ടാണ്. കഴിഞ്ഞ ദിവസം രജനീകാന്തിനോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്. രാജ്കമൽ ഫിലിംസും റെഡ് ജെയിംസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. കമലുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആണ് അഭിനയിച്ചത്. 10 സിനിമകളോളം അഭിനയിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹവും ഒരു സിനിമ അഭിനയിക്കണമെന്ന് ഒരു ചിരകാല സ്വപ്നം പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ സിനിമ ഉറപ്പായിട്ടും അടുത്തതായിട്ട് അഭിനയിക്കാൻ പോകുന്ന അങ്ങനെ ഒരു പ്രൊജക്ട് ഓണാണ്. അങ്ങനെ ഒരു സിനിമയുണ്ടാകും. പക്ഷേ സിനിമയുടെ സംവിധായകൻ ഇതേപോലെ ഫിക്സ് ആയിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി ഉറപ്പിച്ചു പറയുകയുണ്ടായി. അപ്പോ കൂലിയുടെ ക്ഷീണത്തിൽ ലോകേഷ് കനകരാജ് ഇതിൽ നിന്ന് പുറത്തായതാണോ എന്നാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ അത്തരത്തിൽ രീതിയിൽ ഒരു സംശയിക്കപ്പെട്ടു പോകും. അതിനകത്ത് യാതൊരു നമുക്കായാലും തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അങ്ങനെയായിരുന്നു. കഥയും മറ്റൊന്നും കൺഫേം ആയിട്ടില്ല, ഫിക്സ് ആയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും സംവിധായകന്റെ കാര്യത്തിലും നോട്ട് ഫിക്സഡ് എന്ന് പറയുമ്പോൾ കൃത്യമായി, അതായത് ഈ റിപ്പോർട്ടുകളൊക്കെ വന്നത് കൃത്യമായും തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ റിലയബിൾ സോഴ്സുകളെ ബന്ധപ്പെടുത്തിയിട്ടാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തത്. പല വാർത്തകളും അങ്ങനെ സത്യമായി തീരാറുണ്ട്. അതിന്റെ പേരിൽ ലോകേഷ് കനകരാജ് ഈ കൂലിക്ക് ശേഷം ഈ സിനിമയിൽ നിന്ന് ഔട്ടായോ എന്നുള്ളൊരു ചർച്ച വളരെയേറെ ഇതായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലോകേഷ് കനകരാജ് അത്തരത്തിലുള്ള സിനിമ ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ലോകേഷ് കനകരാജിന് ഇനി രജനീകാന്ത് സിനിമയിലേക്ക് സംവിധായകനായി പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് മികച്ച സിനിമകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. കൈദി 2, വിക്രം 2, അങ്ങനെ എല്ലാ സിനിമകൾക്കും വെയിറ്റിംഗ് ആണ്. ബ്രില്യൻ്റ് ആയ ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറഞ്ഞതായി കരുതരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി ഇനിയും വരാം. എന്റർടൈൻമെന്റ്, സമകാലീന ന്യൂസ്, അതേപോലെ ഗ്ലോബൽ പൊളിറ്റിക്സ് ഒക്കെ നാം ഈ വീഡിയോയിലൂടെ സത്യസന്ധമായിട്ട് കൃത്യമായും പറയാൻ ശ്രമിക്കുന്നതാണ്. നമുക്കാരുടെയും പക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും ബൈ.